ഡൽഹിയിൽ ഭീകരമായൊരു സ്ഫോടനം നടന്നിരിക്കുന്നു. റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷന് മുമ്പിൽ നിർത്തിയിട്ട കാറാണത്രേ പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. 9 നിരപരാധികൾ തൽക്ഷണവും മരിക്കുകയും 10-26 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് വാർത്ത. ഇതിനോടനുബന്ധിച്ച് അന്വേഷണ ഏജൻസികൾ ചില ഡോക്ടർമാരെയൊക്കെ അറസ്റ്റ് ചെയ്തു, കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നു. ഏതായാലും ഇനി ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം അറസ്റ്റുകളും മറ്റു കാര്യങ്ങളും നമുക്ക് കേൾക്കാം. ഇവിടെ ഈ സ്ഫോടനത്തിന് പിന്നിൽ ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചത് എന്ന കാര്യം നമുക്ക് ക്രമേണ ബോധ്യപ്പെട്ടേക്കാം. ഒരുപക്ഷെ ചിലപ്പോൾ 10-20 വർഷങ്ങളും എടുത്തേക്കാം. ഏതായാലും അതിദാരുണമായ വേദനാജനകമായ ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത്. ഇത്തരം സ്ഫോടനങ്ങൾ നടക്കുന്നതോടുകൂടി പലതരം പ്രത്യാരോപണങ്ങളും കോൺസ്പിറസി തിയറികളും ഉയർന്നു വരാറുണ്ട്. പതിവ് പോലെ സ്ഫോടനത്തോടനുബന്ധിച്ച് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള മിക്കവരും ഒരു പ്രത്യേക സമുദായക്കാരായതുകൊണ്ട് തന്നെ സമുദായം നേരത്തെ കേട്ടുവരുന്ന തീവ്രവാദി പട്ടം ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കാൻ ഇത് കാരണമായേക്കും. ഏതായാലും ഇതിനു മുമ്പ് ഈ രാജ്യം കണ്ട അനേകം സ്ഫോടനങ്ങളിലും ഇത്തരം തീവ്രവാദി ആക്രമണങ്ങളിലും പെട്ട പലരും പിടികൂടപ്പെടുകയും വിട്ടയക്കപ്പെടുകയും ചിലരൊക്കെ 10-15 വർഷത്തിന് ശേഷം നിരപരാധികളാണെന്ന് കണ്ട് കുറ്റമുക്തരാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കുറ്റവാളി പട്ടികയിൽ കൃത്യമായി അടയാളപ്പെടുത്തപ്പെട്ട പലരും നമ്മുടെ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിൽ ഭരണാധികാരികളായി വിരാജിക്കുന്നുമുണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥം ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ, ഒരു സ്ഫോടനം നടക്കുമ്പോൾ, ഒരു തീവ്രവാദി ആക്രമണം നടക്കുമ്പോൾ അത് നടത്തുന്നത് ആര് എന്നതിനേക്കാൾ കൃത്യത അത് അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നത് ആര് എന്നുള്ളതിലാണ്. കാരണം അതെപ്പോഴും നിരപരാധികളായിരിക്കും. എല്ലായ്പ്പോഴും തീവ്രവാദി ആക്രമണങ്ങൾ, ഭീകരാക്രമണങ്ങൾ പലരും നടത്താം, അത് നടത്തുന്നവർ പലരാകാം. പക്ഷെ അനുഭവിക്കുന്നവർ, അതിൻ്റെ തിക്തഫലം, ദോഷഫലം അനുഭവിക്കുന്നത് എപ്പോഴും നിരപരാധികളായ സാധുക്കളായിരിക്കും. നടത്തുന്നവർ പലപ്പോഴും രാഷ്ട്രീയക്കാരാവാം, മതക്കാരാകാം, ചിലപ്പോൾ സ്വന്തം രാജ്യം തന്നെ സ്പോൺസർ ചെയ്ത ആക്രമണങ്ങളാകാം. അതൊന്നും ലോകത്തിന് ഉത്തരിയല്ല. പക്ഷേ എല്ലാ സമയത്തും, എല്ലാ ഘട്ടങ്ങളിലും, എല്ലാ സ്ഥലത്തും ജീവൻ നഷ്ടപ്പെടുന്നത്, സ്വത്ത് നഷ്ടപ്പെടുന്നത്, എന്നേക്കുമായി വികലാംഗരാക്കപ്പെടുന്നത്, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും വലിച്ചെറിയപ്പെടുന്നത് നിരപരാധികളായിരിക്കും. രാഷ്ട്രീയ ഭീകരാക്രമണങ്ങൾ പലപ്പോഴും എതിർ രാഷ്ട്രീയക്കാരെ അധികാരത്തിൽ നിന്ന് തുരത്താനോ അധികാരം പിടിച്ചെടുക്കാനോ ഉള്ളതായിരിക്കും. ഭീകരാക്രമണങ്ങളാകട്ടെ പേര് മതത്തിൻ്റെതാണെങ്കിലും രാഷ്ട്രീയം തന്നെ ആയിരിക്കും അതിലെയും ലക്ഷ്യം. കുറെ പേർക്ക് രാജാവാകാൻ, അധികാരത്തിലെത്താൻ മറ്റു കുറെ പേർ ബലിയർപ്പിക്കപ്പെടുക എന്നുള്ളതാണിത്. അതായത് ഇപ്പോൾ പുതിയൊരു തന്ത്രം കൂടെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മനുഷ്യ ബോംബ്, ആത്മഹത്യാ സ്ക്വാഡ് തുടങ്ങിയവ. ഭീകരാക്രമണം പൊളിറ്റിക്കൽ ഭീകരാക്രമണമാണെങ്കിൽ പലപ്പോഴും അത് നടത്തുന്നവർ കൊട്ടേഷൻ സംഘങ്ങളായിരിക്കും. കൊട്ടേഷൻ സംഘങ്ങൾ എന്നാൽ നിശ്ചിത തുക പറഞ്ഞുറപ്പിച്ച് നിശ്ചിത സ്ഥലങ്ങളിൽ നിരപരാധികളെ കൊല്ലുകയും രാജ്യത്തൊട്ടാകെ ഭീകരത പടർത്തുകയും ഭീതി പടർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം. മതപരമാണെങ്കിലും കൊട്ടേഷൻകാരേക്കാൾ അന്ധവിശ്വാസികളായിരിക്കും അതിൽ പങ്കെടുക്കുക. പറയുന്നത് അവർക്ക് മതപരമായ മോക്ഷം കിട്ടാനെന്നൊക്കെ ആയിരിക്കും വിശ്വസിപ്പിക്കുക. പക്ഷേ രാഷ്ട്രീയമായ ചിലരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയും ലക്ഷ്യങ്ങൾ സാക്ഷാത്കാരത്തിനു വേണ്ടിയും കരുവാക്കപ്പെടുകയാണ് അവർ എന്നുള്ളത് ആ വിഡ്ഢികൾ അറിയുകയുമില്ല. ഏറ്റവും അപകടകരമായ തീവ്രവാദി പ്രവർത്തനം സ്റ്റേറ്റുകൾ തന്നെ നേരിട്ട് നടത്തുന്നവയാണ്. അതായത് ഒരു സ്റ്റേറ്റ് പ്രതിസന്ധി നേരിടുമ്പോൾ അതുമായി ഉണ്ടാകുന്ന ചർച്ചകളും
അതുമൂലമുണ്ടാകുന്ന ഭരണകൂടത്തിനുണ്ടാകുന്ന ക്ഷീണവും അകറ്റാൻ വേണ്ടി ആ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായി ഭീകരാക്രമണങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്ന ഒരു പതിവ് ഇന്ത്യയിൽ മാത്രമല്ല, വിദേശങ്ങളിൽ മാത്രമല്ല, ഇന്ന് മാത്രമല്ല, പണ്ട് കാലം മുതൽക്കേ ഉള്ളതാണ്. അത് നമുക്കറിയാം. കാരണം രാജ്യം പ്രതിസന്ധി നേരിടുമ്പോൾ, രാജ്യമല്ല രാജ്യത്തെ ഭരണകൂടം പ്രതിസന്ധി നേരിടുമ്പോഴൊക്കെയും രാജ്യത്ത് പ്രതിസന്ധി സൃഷ്ടിക്കുക, അതിനുവേണ്ടി ഒന്നാമത്തെ ഘടകം തീവ്രവാദി ആക്രമണങ്ങൾ തന്നെയാണ്. കാരണം മുഴുവൻ ശ്രദ്ധയും ജനങ്ങളുടെ പിന്നീട് അതിലേക്കായിരിക്കും. അങ്ങനെ ജനങ്ങളെ സംഭീതരാക്കി അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ മറച്ചു വെക്കുക, ഇതാണ് ഒരു ഘടകം. ഇവിടെയും കൊട്ടേഷൻകാർ തന്നെയാണ് രംഗത്ത് വരിക. പൊതുവെ നമ്മുടെ രാജ്യത്ത് ലോകമെമ്പാടും ഇത്തരം ക്രൂരകൃത്യങ്ങൾ നിർവഹിക്കാൻ കൊട്ടേഷൻ എടുക്കുന്നവരിൽ തീർച്ചയായും അറബി പേരുകാരുടെ എണ്ണം കൂടുതലാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇത് ആ പേരുകാരോടുള്ള പ്രത്യേക മനോഭാവം കൊണ്ടൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സമുദായം, ആ തരം പേരുകളുള്ള പ്രത്യേക സമുദായം ഇതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നു, അനാവശ്യമായി, അനീതിപരമായി എന്ന് കാണാം. ഇപ്പോൾ നമ്മുടെ ഡൽഹിയിലെ സ്ഫോടനത്തിന് പിന്നിലും അറബി പേരുകാരുണ്ട്. അവരുടെ റോൾ എന്തൊക്കെയാണ് ഇതിൽ എന്നുള്ളത് അന്വേഷണ ഏജൻസികൾ ഇനി വെളിപ്പെടുത്താനിരിക്കുന്നതേ ഉള്ളൂ. ദുരൂഹതകൾ എല്ലായ്പ്പോഴും, എല്ലാ തീവ്രവാദി ഭീകരവാദി ആക്രമണങ്ങൾക്ക് പിന്നിലും ഒരു ദുരൂഹത കാണാം. അത് ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അവരുടെ വീഴ്ചകൾ മറച്ചുവെക്കാനും കൂടിയുള്ളതാണ്. മാത്രമല്ല, മതപരമായ ആക്രമണം എന്ന പേരിൽ രാഷ്ട്രീയാക്രമണം നടത്തുന്നത് മതത്തിൻ്റെ പേരിലുള്ള നേരത്തെ തന്നെ നിലനിൽക്കുന്ന ആക്ഷേപങ്ങൾക്ക് ആക്കം കൂട്ടാനും ഉതകും. മതത്തിന് മറ്റു മനുഷ്യരെ കൊന്നൊടുക്കി നേടേണ്ട യാതൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അവരുടെ അജണ്ട. പക്ഷേ രാഷ്ട്രീയക്കാർക്ക് ഒരുപാടുണ്ട്. രാഷ്ട്രീയക്കാർക്ക് അവരുടെ നേട്ടങ്ങൾ മുഴുവൻ ഇന്നേ വരെ അവർക്ക് പരിശീലിച്ചിട്ടുള്ളത്, ശീലമായിട്ടുള്ളത്, ഒരു വിഭാഗത്തെ കൊന്നൊടുക്കുകയോ നശിപ്പിക്കുകയോ ഇല്ലായ്മ ചെയ്യുകയോ ചെയ്തിട്ടാണ് മറ്റൊരു വിഭാഗത്തിന് വേണ്ടി എന്ന വാദം നിലനിർത്തുന്നത്. അത് എത്രമാത്രം മാനവികതക്കെതിരാണെന്നോ യുക്തി രാഹിത്യമാണെന്നോ പറഞ്ഞു കൊടുക്കാനും അറിവില്ല, പറയാനും അറിവില്ല, അങ്ങനെ ചിന്തിക്കുന്നു പോലുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഗാന്ധിജി പറഞ്ഞു, കണ്ണിന് കണ്ണ് എന്ന തത്വം ഒരിക്കലും നീതീകരിക്കാനാവില്ല. കാരണം ലോകം മുഴുവൻ അന്ധമായി പോകും. An eye for an eye will make the entire whole world blind എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് പൊതുവെ കണ്ണിനു കണ്ണ് എന്ന ശിക്ഷാമുറ, പ്രതികാര രീതി ഇസ്ലാമികമാണെന്നാണ് പൊതുവായി ജനങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഉൾപ്പെടെ. എന്നാൽ ഖുർആൻ 5-ാം അധ്യായം 45-ാം വചനത്തിൽ അതിന് വ്യക്തത വരുത്തുന്നുണ്ട്. കാരണം കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, മൂക്കിന് മൂക്ക്, ജീവന് ജീവൻ എന്നത് തൗറാത്തിലെ നിയമങ്ങളാണ്. തൗറാത്തിലെ നിയമങ്ങൾ അന്നത്തെ ജനതയ്ക്ക് വേണ്ടി അവർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ്. നമുക്ക് ഏറ്റവും അഭികാമ്യം മാപ്പ് കൊടുക്കലാണ്, ക്ഷമിക്കലാണ്. അത് മുൻകാലത്ത് ചെയ്ത പാപങ്ങൾക്കുള്ള പരിഹാരമായി തീരും എന്നാണ് ഖുർആൻ പറയുന്നത്. ഖുർആന്റെ അൽ-മാഇദ 45-ാം വചനത്തിൽ. അങ്ങനെ ഇസ്ലാമികമാണ് കണ്ണിന് കണ്ണ് എന്ന, ഇനി ഇസ്ലാമിക രാജ്യങ്ങളിൽ പ്രതിക്രിയ എന്ന രീതി ശിക്ഷാ സമ്പ്രദായങ്ങളായി നിലവിലുണ്ട്. അതിന് തന്നെ ഈ തൗറാത്തിനേക്കാളും പഴക്കമുണ്ട് താനും. ഏതായാലും ഇസ്ലാം മാപ്പ് കൊടുക്കലിനെയും വിട്ടുവീഴ്ച ചെയ്യുന്നതിനെയും കുറിച്ചാണ് പുണ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് കാണാം. എന്നിട്ടും എൻ്റെ മുസ്ലിങ്ങളിൽ പല ആളുകളും പൊതുവെ ഈ ഏറ്റവും ഒടുവിൽ നടന്ന ഡൽഹി സ്ഫോടനത്തിൽ പോലും മുസ്ലിം നാമധാരികൾ കൂടുതലായി ഇൻവോൾവ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഒരു വിഭാഗം ആളുകളുടെ സംശയം. ഖുർആൻ പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ മതം പറഞ്ഞിട്ടാണ്, പാഠശാലകളിൽ നിന്ന് പഠിച്ചിട്ടാണ് മുസ്ലിങ്ങൾ ക്രൂരകൃത്യങ്ങൾ നിർവഹിക്കുന്നത് എന്നാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കളും മുസ്ലിങ്ങളോട് അസൂയമൂത്ത മറ്റ് സമുദായങ്ങളും സമുദായ വിഭാഗങ്ങളും ആരോപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാജ്യത്ത് നടന്നത് കൂടാതെ ലോകത്തെമ്പാടും നടന്ന ഇത്തരം തീവ്രവാദി ഭീകരവാദി ആക്രമണങ്ങളിൽ മുസ്ലിങ്ങളുടെ പങ്കും മുസ്ലിമേതര സമൂഹങ്ങളുടെ പങ്കും നാം താരതമ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഏതായാലും നമുക്ക് അതിനൊന്നും പോകേണ്ടതില്ല.
ഇതൊരു ആരോപിക്കലോ ആരോപണ പ്രത്യാരോപണങ്ങളുടെ വിഷയവുമല്ല. എന്തൊക്കെ പറഞ്ഞാലും നിരപരാധികളെ വധിക്കുന്നത് അത് എന്തിന്റെ പേരിലായാലും മഹാകുറ്റകൃത്യമാണെന്നും നികൃഷ്ട പെരുമാറ്റമാണെന്നും പറയാതിരിക്കാനേ കഴിയില്ല. അത് അറബി പേര് കെട്ടുവാനും ചെയ്താലും ശരി, യഥാർത്ഥ മുസ്ലിങ്ങളോ കപട മുസ്ലിങ്ങളോ, യഥാർത്ഥ ഹിന്ദുക്കളോ കപട ഹിന്ദുക്കളോ, കമ്മ്യൂണിസ്റ്റുകാരനോ മതമില്ലാത്തവനോ രാഷ്ട്രീയമില്ലാത്തവനോ ആര് ചെയ്താലും നിരപരാധികളെ കൊല്ലുക, രാജ്യത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് കുറ്റകരമായ, അതിനിശ്ചിതമായി കഠിനമായി ശിക്ഷിക്കപ്പെടേണ്ട കുറ്റകൃത്യമാണ് എന്ന് യാതൊരു സംശയത്തിനും ഇടമില്ല. ഇതിനെതിരായോ അനുകൂലമായോ ഉള്ള കോൺസ്പിറസി തിയറികൾ എന്തു തന്നെയായാലും, ഇത് ചെയ്തത് ആര് തന്നെ ആയാലും ഇവർ കഠിനമായി തക്കതായ ശിക്ഷ അർഹിക്കുന്നു. പക്ഷേ മതപരമോ രാഷ്ട്രീയപരമോ മറ്റേതെങ്കിലും പക്ഷപാതപരമോ ആയ കാര്യത്തിന്റെ പേരിൽ കുറ്റവാളികൾ ഒഴിവാക്കപ്പെടുന്നത് അത്യന്തം ആപൽക്കരമാണെന്ന് കൂടി സൂചിപ്പിച്ചു കൊള്ളട്ടെ. അവൻ എവനായിരുന്നാലും ശരി, അത് നമുക്ക് വേണ്ടപ്പെട്ടവനായാലും ശരി, മറ്റവന് വേണ്ടപ്പെട്ടവനായാലും ശരി, ചെയ്തത് കുറ്റകൃത്യമാണെങ്കിൽ തക്കതായ ശിക്ഷ അവന് കിട്ടിയേ തീരൂ. അവരെ നമ്മുടെ ആളാണെന്ന് കരുതി പാർലമെന്റിന്റെ പരമോന്നത സഭകൾ കയറ്റിയിരുത്താൻ ശ്രമിക്കരുത്. മറ്റൊരു ആളുകളുടെ വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു സമുദായത്തെ വേട്ടയാടി പിടിക്കാനുള്ള സുവർണാവസരമായി ഇത്തരം സംഭവങ്ങളെ ദുരുപയോഗപ്പെടുത്തുകയും ചെയ്യരുത് എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്, ലോകത്തെവിടെ ഒരു ഭീകരാക്രമണം ഉണ്ടായാലും അതൊരു പ്രത്യേക മതക്കാരോട് ബന്ധിപ്പിച്ച് പറയുന്നത് കേൾക്കാം. അതോടനുബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങളും കോൺസ്പിറസി തിയറികളും പറഞ്ഞു കേൾക്കാം. അതായത് ലോകത്തെ ഏറ്റവും ഭീകരരായ വിഭാഗം അതൊരു മതവിഭാഗമാണ്, അതൊരു പ്രത്യേക മതവിഭാഗമാണ് എന്നൊരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത? മതത്തിന് ഭീകരതയുടെ ആവശ്യമില്ല. ഏത് ഭീകരതയും അത് ഏത് മതത്തിന്റെ ലേബിളിൽ നടത്തപ്പെട്ടതാണെങ്കിലും, ഏത് മതവിഭാഗക്കാർ ഉൾപ്പെട്ടതാണെങ്കിലും, ഏത് മത നാമധേയം വഹിക്കുന്നവർ ചെയ്തിട്ടുള്ളതാണെങ്കിലും അതിൻ്റെ ലക്ഷ്യം, ആത്യന്തിക ലക്ഷ്യം രാഷ്ട്രീയം തന്നെയാണ്, രാഷ്ട്രീയ അധികാരം തന്നെയാണ് എന്ന് കാണാം. മതത്തിന്, ദൈവത്തിന്, പരലോകത്തിന്, വൈകുണ്ഠത്തിന്, മോക്ഷത്തിന്, ഇതിനൊന്നിനും തന്നെ ഭൂമിയിലെ പദാർത്ഥപരമായ അധികാരങ്ങളോ സിംഹാസനങ്ങളോ ആവശ്യമില്ല തന്നെ. അത് പൂർണ്ണമായും ആത്മീയാധിഷ്ഠിതമാണ് മതങ്ങൾ യഥാർത്ഥത്തിൽ. പക്ഷേ പ്രയോഗതലത്തിലാവട്ടെ അത് പലപ്പോഴും കേവല ഭൗതിക പ്രസ്ഥാനങ്ങളെപ്പോലെ പെരുമാറുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ അതിൻ്റെ കുറ്റം മതത്തിൻ്റെ മൗലികമായ ആത്മീയ തത്വങ്ങളെയല്ല പഴിചാരേണ്ടത്. അതുകൊണ്ട് ഭീകരതയ്ക്ക് മതമില്ല, രാഷ്ട്രീയമുണ്ട് താനും. അങ്ങനെ വരുമ്പോൾ മുസ്ലിങ്ങൾ കൂടുതലായി ഈ ഭീകരതയിൽ ഇൻവോൾവ് ആകുന്നു, ലോകത്തെ ഭീതിപ്പെടുത്തുന്നു, സംഭീതരാക്കുന്നു എന്നാണ് ഒരു വാദം, ഒരു പൊതുബോധം. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ഭീതിയിലാണ്. പക്ഷെ അവർ ഭൂമിയിൽ മനുഷ്യൻ സൃഷ്ടിക്കുന്ന സ്ഫോടനങ്ങളുടെയോ ബോംബാക്രമണങ്ങളുടെയോ പേരിലല്ല. മരണാനന്തരം പരലോകത്ത് ചെല്ലുമ്പോൾ ദൈവശിക്ഷയെക്കുറിച്ചുള്ള ഭീതിയിലാണ് അവർ. മുസ്ലിങ്ങൾ ഒരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓരോ നന്മകളും ചെയ്യുന്നത് ദൈവശിക്ഷയെക്കുറിച്ചുള്ള വേവലാതി മൂലമാണ്, ഭീതി മൂലമാണ്. അതല്ലാതെ ഭൂമുഖം ഒന്നാകെ പൊട്ടിത്തെറിച്ചാലും, ഭൂമുഖത്ത് ഏറ്റവും വലിയ അണുബോംബോ ആറ്റം ബോംബോ വിസ്ഫോടനം നടത്തിയാലും ഭയപ്പെട്ടോടുന്നവരല്ല മുസ്ലിങ്ങൾ. പക്ഷേ അവർ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷയെക്കുറിച്ച് വ്യാകുലരാണ്, ഭയപ്പാടോടെ കഴിയുന്നവരാണ്. അതിൻ്റെ പേരിൽ നന്മ പ്രവർത്തിക്കാനും ധാർമ്മികത നിലപാട് സ്വീകരിക്കാനും നിർബന്ധിതരാണ് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് സ്ഫോടനങ്ങളെയും ഭീകരാക്രമണങ്ങളെയും തീവ്രവാദ പ്രവർത്തനങ്ങളെയും മതത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തേണ്ട, മതത്തിൻ്റെ പറ്റിൽ എഴുതേണ്ട. അത് മുസ്ലിം മതത്തെ മാത്രമല്ല, ക്രിസ്തു മതത്തിനും ഹിന്ദു മതത്തിനും ഭൂമിയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തേണ്ട ആവശ്യകതയില്ല തന്നെ. അഥവാ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ ജൂതരോ ഭീകരമോ മനുഷ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഭൂമുഖത്ത് നടത്തുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും അവരുടെ ഭൗതിക അഭിലാഷങ്ങളുടെ പേരിലും ഭൗതിക ആർത്തികളുടെ പേരിലും രാഷ്ട്രീയ മോഹങ്ങളുടെ പേരിലും അധികാരത്തിന് വേണ്ടിയും നടത്തുന്നതാണ് എന്ന് കാണാം. ആത്യന്തികമായി നിരീക്ഷിച്ചാൽ അതൊന്നും തന്നെ നേരത്തെ പറഞ്ഞ മതങ്ങളുടെ പേരിലല്ല. അതുകൊണ്ട് തന്നെ മതങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഭീകരത ഇല്ലാതാവില്ല. രാഷ്ട്രീയങ്ങളെ വേണമെങ്കിൽ ഇല്ലായ്മ ചെയ്യാം. നമുക്ക് കൂടുതൽ
ഫലപ്രദമായ മറ്റു മാർഗങ്ങൾ നമുക്ക് രാഷ്ട്രീയത്തിന് ബദലുകൾ കണ്ടെത്താൻ ശ്രമിക്കാം. മതത്തിന് ബദൽ കണ്ടെത്തുന്നത് കൊണ്ട് ഭൂമിയിൽ അന്തരീക്ഷം സമാധാനപരമായി തീരുകയില്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളട്ടെ.